അറിവനുസരിച്ച് റാമും സംഗീതയൊക്കെ ഇപ്പോഴ് മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ തിങ്കളാഴ്ചയായിരുന്നു ഞങ്ങൾ തലശ്ശേരി കോടതിയിൽ ഞങ്ങളും പോവുകയാണ്. ജാമ്യം കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒരു വക്കീലിനെ കണ്ട് ഞങ്ങൾ ഒരു കേസ് വരികയാണ് പോവാൻ തിങ്കളാഴ്ച. ഇതിലിപ്പോൾ ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടൊക്കെ പോലീസിന്റെ നടപടിയൊക്കെ നടക്കുന്നുണ്ട്, അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരമൊക്കെ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ ആരോപണ വിധേയരായ അധ്യാപകർ ഇപ്പോഴും ഒളിവിലാണ്, അവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല. അവരെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞില്ല. ഇന്നിപ്പോൾ കോളേജിലെ സഹപാഠികളൊക്കെ വീട്ടിലേക്ക് വന്നിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് അവരൊക്കെ പറയുന്നത്? അവരുടെയൊക്കെ ആദ്യം മുതലൊന്നും കോളേജിൽ നിന്നും ആരും വന്നിരുന്നില്ല എന്നുള്ള സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അല്ല, ഇന്ന് കോളേജിൽ 30 അവരുടെ കൂടെ പഠിക്കുന്ന പിള്ളേരും ബാക്കിയുള്ളവരെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം പ്രതികരിക്കുന്നത് ഈ റാമെന്ന് പറയുന്നത് എല്ലാവരെയും ഒരുമാതിരി പരിഹാസമായിട്ട് ജാതി പറഞ്ഞു, മതം പറഞ്ഞു, അച്ഛനെ അമ്മയത്തെ രാഷ്ട്രീയങ്ങൾ പറയുന്ന എഴുതി തന്നെ അത് അവന്റെ സ്ഥിരം പല്ലവിയിലെന്നാണ് പറയുന്നത്. ശരി, എന്തായാലും ഈ ദൃശ്യങ്ങളുമായി ബന്ധപ്പെട്ടപ്പോൾ കൂടുതൽ തെളിവുകൾ ലഭിക്കുന്നുണ്ടല്ലേ, അങ്ങനെ കരുതാനാവുന്നുണ്ടോ? ആ ദൃശ്യങ്ങള് ആ ദൃശ്യങ്ങള് ഞങ്ങളിപ്പം ഉറപ്പായിട്ടാണ് കണ്ടത്. അപ്പോൾ ഞങ്ങള് ഇവിടെ തിങ്കളാഴ്ച ഞങ്ങൾ കണ്ണൂർ പി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിന്റെ എല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. ഞങ്ങളങ്ങ് തിങ്കളാഴ്ച കണ്ണൂർ പി കാണാൻ പോകുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.